ഹലോ ഗൈസ്, ഞാൻ എൻ്റെ അച്ഛാമ്മയും കുഞ്ഞയും കസിൻസും അനിയത്തിയുമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ബാബ് അറേബ്യയിലേക്കാണ് പോയിരിക്കുന്നത്. അതൊരു നല്ലൊരു ഫുഡ് സ്പോട്ടായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നല്ലൊരു ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പ്ലേസ്. നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാലഡ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ഒരു ഓറഞ്ച് കളറിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പിയായിരുന്നു. എനിക്കതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഇത് പിന്നെ ഒരു ചിക്കനാണ്. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഓക്കെ, ഫ്രൈഡ് റൈസിൽ ഒരു മുട്ടയൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ലോലിപോപ്പാണ് വാങ്ങിച്ചത്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ഫുഡ് ഇൻ കബാമ റൈസ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇത് തുർക്കിഷ് ഡിഷ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ തുർക്കിഷ് ഷെഫ് വന്ന് ഉണ്ടാക്കി എന്നൊക്കെയാണ് മെനുവിൽ എഴുതിയിരുന്നത്. അടുത്ത ഇതാണ് കുനാഫ വിത്ത് ഐസ്ക്രീം. എനിക്ക് ഈ ഒരു ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോഴേ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നാവിൽ വെള്ളം ഊറും തന്നെ പറയാം. എന്തായാലും എനിക്ക് അവിടെ കഴിച്ചതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇത്. എന്നാലും ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത്. എന്തായാലും പൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ സൂപ്പറായിരുന്നു. കഴിക്കാനും നല്ല അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും അനിയനൊക്കെ ആയിട്ട് നിന്നാട്ടെ.